ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ എല്ലാവരും സപ്പോർട്ടും ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാകണേ. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇതിലേക്ക് ഇല്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട്. കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും, അതുകൂടാതെ തന്നെ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ കറിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പം ഞാൻ നല്ല ചമ്പാവരി ചോറിനോടൊപ്പം ആ കറി ഒഴിച്ച് ദവേരവി അങ്ങ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുവേ. അധികം എരിവൊന്നും വരാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. ഇതാ എൻ്റെ ഇളയ മോൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളും അടിപൊളിയായിട്ട് തന്നെ ഇതങ്ങ് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഏകദേശം ഒരു കുടം വെളുത്തുള്ളി തന്നെ നല്ലോണം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ഇടിക്കല്ലിലോട്ട് അങ്ങ് വച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലോണം അങ്ങ് ചതച്ചെടുക്കാം കേട്ടോ. നല്ലോണം ചതച്ചെടുക്കാം. നമുക്ക് ഇതിന് പകരം മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകുവേ. അപ്പൊ ഞാൻ ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. അത്യാവശ്യം ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും മുളകും ചേർന്ന ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പച്ചക്കാണല്ലോ ചതച്ചെടുത്തത്. അപ്പൊ ഈ മുളക് പൊടിയിലേക്ക് ആ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ചതച്ചെടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ കറി ഇഷ്ടപ്പെടും കേട്ടോ. വെളുത്തുള്ളിയിലേക്ക് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അളവൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാമേ. അപ്പൊ ഞാൻ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതങ്ങ് മാറ്റി വെക്കാമേ. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 500 ഗ്രാമിൻ്റെ ഒരു തൈരാണ് തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് നല്ലോണം അങ്ങ് കട്ടകളൊക്കെ ഉടച്ചെടുക്കാം കേട്ടോ. കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉള്ളിയും ചേർന്നൊരു കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമുക്ക് ഈ സമയം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഈ തൈരില് ചിലർക്ക് ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ ഇഷ്ടം, ചിലർക്ക് കുറച്ച് ഉപ്പ് മതിയാവും. അപ്പൊ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഈ സമയം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചോറിനോടൊപ്പം ഒഴിച്ച് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ആദ്യം ആഡ് ചെയ്തല്ലോ ഒരു ടീസ്പൂൺ മുളക് പൊടി, അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതിലോട്ട് ആഡ് ചെയ്യാമേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. തയ്യാറാക്കി നോക്കുക.